സ്ലിം ആകാതെ പോലും സ്ലിം ആയ പോലെ തോന്നാം. വെയിറ്റ് കുറയ്ക്കാതെ തന്നെ ടമ്മി ഹൈഡ് ചെയ്യാം. ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും കോൺഫിഡൻസ് പോകുന്ന ഒരു ഏരിയ ആണ് ടമ്മി വെളിയിൽ കാണിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ വയറ് കുറച്ച് കാണിക്കാം ഒരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുമ്പോൾ. അതിന്റെ കുറച്ച് ടിപ്സും ഐഡിയാസും ആണ്. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഞാനൊരു 3 മിസ്റ്റേക്സ് പറയുന്നുണ്ട്. അതാണ് പലരും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ചില ഡ്രസ്സസ് നമ്മൾ ധരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് കാണുന്നത്. അതായത് മറ്റുള്ള ഡ്രസ്സസ് ഉണ്ടാവില്ല, ചില പെർട്ടിക്കുലർ ഡ്രസ്സസ് നമ്മൾ ഇട്ട് പുറത്ത് പോകാൻ നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് നമ്മുടെ വയറായിരിക്കും. അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. ഇതെന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം നമ്മുടെ ബോഡിയുടെ ഒന്നുമല്ല, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സിന്റെ കുറച്ച് സ്റ്റൈലിംഗ് രീതികൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഇടുന്ന ഡ്രസ്സ് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നതെന്ന് കരുതുക. അതായത് നമ്മുടെ വയറ് നല്ലോണം കാണാതിരിക്കണം, നല്ലോണം ഉള്ളിലേക്ക് പോയ പോലെ കരുതണം എന്ന് കരുതിയിട്ട് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണ് ചെയ്യുന്നത്. ഇനി വയറൊന്നും കാണണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ്, അത് നമ്മുടെ ബോഡിക്ക് മാച്ച് ആവാത്ത ലൂസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വെയർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടി ബൾക്കി ആയതുപോലെ തോന്നിക്കുവാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫിറ്റ് ആണ്. ഒരിക്കലും ഓവർ ടൈറ്റും ഓവർ ലൂസും അല്ലാത്ത ഡ്രസ്സാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബോഡി ഫ്ലാറ്ററിങ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതില് നമ്മളൊരു പാന്റ് ധരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മുടെ വയറ് പുറത്ത് ചാടാതെ, അതായത് വയറുണ്ട് എന്ന് തോന്നിക്കാതെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഹൈ വേസ്റ്റ് പാന്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഹൈ വേസ്റ്റ് പാൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടമ്മീനെ അത് കവർ ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ നമ്മുടെ ലെഗ് കുറച്ചുകൂടി നീളമുള്ളതുപോലെ തോന്നും. വേസ്റ്റിന് ഒരു ഡിഫൈൻഡ് ലുക്ക് കൂടി കിട്ടും. സോ ഒരിക്കലും നിങ്ങളെ ടമ്മി മറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് പുറത്തു പോകുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോ വേസ്റ്റ് പാൻസ് യൂസ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് ഹൈ വേസ്റ്റ് പാൻസ് ഉപയോഗിക്കാവുന്നതാണ്. ലോ വേസ്റ്റ് പാൻസ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഹൈ വേസ്റ്റ് ജീൻസ്, അതുപോലെ വൈഡ് ലെഗ് പാൻസ്, പലാസോസ്, സ്ട്രെയിറ്റ് പാൻസ് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒഴിവാക്കേണ്ടത് ലോ വേസ്റ്റ് പാൻസും അതുപോലെ വളരെ തിന്നായിട്ടുള്ള ലെഗിൻസും വേണ്ട. ഇനി നിങ്ങൾക്ക് ജീൻസ് ഒക്കെ വെയർ ചെയ്യുന്ന സമയത്ത് ടക്കിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫുള്ളായിട്ട് ടക്ക് ചെയ്യാതെ ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ലുക്കിന് അടിപൊളിയായിരിക്കും. ഇനി പെപ്ലം ടോപ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനിവിടെ അറിയാത്തവർക്കാണെങ്കിൽ ഇമേജ് കൊടുക്കാം. ഈ ഒരു പെപ്ലം ടോപ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടമ്മീനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത് നമ്മുടെ വേസ്റ്റിന് ഒരു ഡിഫൈൻഡ് ലുക്ക് കൊടുക്കുകയും നമ്മുടെ ലോവർ വേസ്റ്റ് ഉണ്ടല്ലോ, ലോവർ ടമ്മി ഏരിയ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കും. ഇനി ടോപ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എ ലൈൻ കുർത്തിയും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. വെർട്ടിക്കൽ പ്രിന്റ്സ് വരുന്ന കുർത്തീസ്, ഇതും നമ്മുടെ വയറ് ചാടിയൊരു സിറ്റുവേഷൻ ഇല്ലാതെ ഒന്ന് സ്ലിം ആയിട്ടുള്ള ഒരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു കുർത്തിയുടെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിഫ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫാബ്രിക്സ് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ഫാബ്രിക്സ് വെയർ ചെയ്യുന്ന സമയത്ത് ടമ്മി കൂടുതൽ എൻലാർജ് ചെയ്തിട്ട് കാണിക്കുവാണ് അത് ചെയ്യുന്നത്. സോ സ്റ്റിഫ് ഫാബ്രിക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ വലിയ ഹൊറിസോണ്ടൽ പ്രിന്റ്സ് വരുന്ന ഡ്രസ്സസും അവോയ്ഡ് ചെയ്യാം. ഈ കളറിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ചൂസ് ചെയ്യുന്ന കളറ് പോലും നമ്മുടെ ടമ്മിയുടെ അപ്പിയറൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ഡാർക്ക് കളേഴ്സായ ബ്ലാക്ക്, മെറൂണ്, ഗ്രീന് ഇങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടമ്മി കുറച്ചുകൂടി കുറഞ്ഞതുപോലെ ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് ഷെയ്ഡ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളൊരു കുർത്തിയൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടോപ്സ് കാര്യങ്ങളൊക്കെ വെയർ ചെയ്യുമ്പം നമ്മുടെ ടമ്മിയുടെ ഏരിയയിൽ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തിക്കായിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സസും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്ത ഈ ഒരു ടമ്മി ഹൈഡിന് മാജിക്കൽ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലെയറിംഗ് എന്ന് പറയുന്നത് ഷ്രഗ്സ് യൂസ് ചെയ്യുന്നത്, ജാക്കറ്റ്സ്, അതുപോലെ ദുപ്പട്ടാസ് വെയർ ചെയ്യുന്നതൊക്കെ
നിങ്ങൾക്ക് ഒന്നുകിൽ ഓപ്പൺ ഷർട്ട് നോക്കാം, അല്ലെങ്കിൽ ലോങ് ഷ്രഗ്സ് വേറെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജാക്കറ്റ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ലെയറിങ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് സൈഡ് ബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ടമ്മിയിലേക്ക് കൊടുക്കുന്ന ഫോക്കസ് കൂടി കുറയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെയറിങ് നിങ്ങൾ ചെയ്യുമ്പം അതൊരിക്കലും ഓവർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ലെയറിങ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഷ്രഗ്സ് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും കുറച്ച് ലൂസായിട്ടുള്ള, ഓവർ ലൂസ് എന്നല്ല പറയുന്നത്, കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ മാത്രം എപ്പോഴും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങളുടെ ടമ്മി പുറത്ത് കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നം കുറച്ചാൾക്കാരെങ്കിലും പറയുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിടുന്ന ഔട്ട്ഫിറ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല, ഇന്നോവേഴ്സിനും അവിടെ ഒരു പ്രധാന പങ്കുണ്ട്. പലർക്കും ഔട്ട്ഫിറ്റിലല്ല പ്രോബ്ലം വരുന്നത്, റോങ് ആയിട്ടുള്ള ഇന്നോവേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്താണ്. നിങ്ങൾ ടമ്മി ഹൈഡ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ സീംലെസ് ആയിട്ടുള്ള ഇന്നോവേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടമ്മി ടക്കർ വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു പാൻറ്റീസിന്റെ മോഡലിൽ വരുന്നുണ്ടാകും. ഞാൻ ഇമേജ് കിട്ടുമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അങ്ങനെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റീസിന്റെ കൂടെ തന്നെ വന്നിട്ട് പക്ഷെ ടമ്മിയിലേക്ക് കുറച്ചൊരു ഫിറ്റ് ആയിട്ട് ടമ്മീനെ ഒതുക്കുന്ന രീതിയിലൊരു പോർഷൻ വരുന്നുണ്ടാവും. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രാ ചൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രോപ്പർ സൈസ് ആയിട്ടുള്ള ബ്രാ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലും നിങ്ങളുടെ ടമ്മിയെ ബൾക്കായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമാകും. ഇനി ഈ ഒരു വയറ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ആക്ച്വലി അത് മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓവർ സൈസ് ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യുന്നത്. ഓവർ സൈസ് ഡ്രസ്സ് ഇപ്പം ട്രെൻഡിങ് ആണെങ്കിലും നമ്മൾ ഈ ഓവർ സൈസ് ഡ്രസ്സ് വെയർ ചെയ്യുന്നത് കൊണ്ട് വയറ് പെട്ടെന്ന് കാണില്ലെങ്കിലും ഒരു ബൾക്കി ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും ഈ ഓവർ സൈസ് ആയിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞു തന്ന രീതികളൊക്കെ ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ വേസ്റ്റ് ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ആർക്കും അധികം അറിയാതെ ഏതെങ്കിലും ഒരു പാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീൻസ് എന്നുള്ള രീതിയിൽ ലോ വേസ്റ്റ് ആയിട്ടുള്ള പാൻസും കാര്യങ്ങളൊക്കെ വെയർ ചെയ്യും. അതും നിങ്ങളുടെ ടമ്മീനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് വരുന്നത് എപ്പോഴും സ്ലിം ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റ് മാത്രം യൂസ് ചെയ്യാം. ബാക്കി കളർഫുൾ ഔട്ട്ഫിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറുണ്ടല്ലോ, വയറ് ചാടിയത് കാണുമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് മാത്രം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളും നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സ് ഔട്ട്ഫിറ്റും നിങ്ങൾക്ക് ചേരുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് രീതി നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബോഡിയിൽ തന്നെ, ബോഡി ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ലുക്കായിട്ട് നടക്കാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ നിങ്ങളുടെ വയറ് ചാടാതെ ആ ഒരു വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. സോ ഇപ്പം സ്റ്റൈലിംഗ് ടിപ്സും ഔട്ട്ഫിറ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ ഐറ ഗ്ലോ എന്ന് പറയുന്ന എൻ്റെ ചാനലിന്റെ കൂടെ കൂടിക്കോളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.